ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വളരെ സ്പെഷ്യൽ ഡേ ആണല്ലേ നമുക്കെല്ലാവർക്കും. സോ ലെറ്റ് മീ സ്റ്റാർട്ട് മൈ വീഡിയോ ബൈ വിഷിംഗ് യു ആൾ എ വെരി വെരി ഹാപ്പി വിമൻസ് ഡേ. അതൊരൊറ്റ ദിവസം മാത്രമല്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ നല്ല സെലിബ്രേഷൻ ആയിട്ട് തന്നെ നമ്മുടെ ലൈഫ് മാറ്റണം. വിമൻസ് ഡേ ആയിട്ട് എന്താണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഈ ചാനലിൽ നിങ്ങൾ എല്ലാവരും വരുന്നത് എന്തിനാണ്, ഇന്റീരിയേഴ്സിനാണെന്ന് എനിക്കറിയാം. സോ എനിക്ക് ടോപ്പിക് ഒന്ന് കണ്ടമാനം ഡിവൈഡ് ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപേ വരാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു ഇന്റീരിയർ ഡിസൈനർ ആകാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലർക്കും ഡൗട്ട് വരും കേട്ടോ. ഇപ്പോൾ ഒരുപാട് മെൻ ആൻഡ് വിമൻ ഈ ഫീൽഡിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന്. ഞാൻ എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്. ദർ ആർ സം സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വിമൻ. ഞാനും അതിൽ ഉള്ള ആ കാറ്റഗറിയിലുള്ളൊരു സ്ത്രീ തന്നെയാണ്. ബിക്കോസ് ഞാൻ ഒരു ഒരു കരിയറിൽ നിന്നും സ്വിച്ച് ചെയ്തിട്ട് ഇന്റീരിയർ ഡിസൈൻ ഫീൽഡ് ചൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. സോ അങ്ങനെയുള്ളവർക്കും കുട്ടികളൊക്കെ കുറച്ച് വലുതായി സ്കൂളിൽ പോയി തുടങ്ങി, ഇഷ്ടംപോലെ വീട്ടിൽ പണിയുണ്ട്, എന്നാൽ തന്നെയും എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് എസ്തെറ്റിക് സെൻസും ക്രിയേറ്റിവിറ്റി ടാലൻറ്റും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുവാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ കൂടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ്, ഞാൻ എങ്ങനെ ഒരു ഇന്റീരിയർ ഡിസൈനർ ആയി. ബിക്കോസ് ഐ വിൽ ബി ദ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. എനിക്ക് എൻ്റെ കഥയിലേ പറയാൻ പറ്റത്തുള്ളൂ. ജനറലി സ്ത്രീകളെ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ആകാൻ പറ്റും ഒരു ഇന്റീരിയർ ഡിസൈനർ. അങ്ങനെ 3 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ കൂടി ഞാൻ പറഞ്ഞു വരുന്നത്. സോ ലെറ്റ് us ക്വിക്ക്ലി ഗോ ഇൻ ടു ദ വീഡിയോ. പോരെ, ഇപ്പം ഞാൻ എങ്ങനെയാ ഇന്റീരിയർ ഡിസൈനർ ആയതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കഥ ഒന്നുമില്ല. പണ്ട് തൊട്ടേ ചെറുതിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അത്ര എക്സ്പോഷർ ഇല്ല. പിന്നെ എൻ്റെ പേരൻസിനും ഈ ഫീൽഡിൽ കാശൊന്നും കിട്ടത്തില്ല, ജോലി കിട്ടില്ല എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു നല്ല ഒരു എസ്തെറ്റിക് സെൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴൊക്കെ ഞാനും അതിൽ ഇൻവോൾവ് ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാ. അപ്പം ഐ റിമെമ്പർ അങ്ങനെ ഒരു ടേസ്റ്റ് ആൻഡ് ആ ഒരു ചെറിയൊരു എസ്തെറ്റിക് സെൻസ് എനിക്കുള്ളതായിട്ട് എനിക്കിപ്പോഴും ഒരു ഓർമ്മയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇമാജിനേഷൻ, ഞാൻ കണ്ടമാനം ഇമാജിൻ ചെയ്യുമായിരുന്നു. എനിക്കെന്നൊരു വീട് വരുമ്പം ഞാനത് ഇങ്ങനെ വയ്ക്കും. ഞാൻ കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8ൽ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കുറേ സ്കെച്ചസ് ഇങ്ങനെ വരയ്ക്കും. എനിക്ക് എങ്ങനെ വേണം, അങ്ങനെ വേണം, എൻ്റെ സോഫ എങ്ങനെ ഇരിക്കണം, ഇത് റൗണ്ടഡ് ആയിരിക്കണം, ഇത് സ്ക്വയറിഷ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വേറൊരു കരിയർ പാത്തിലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു വീട് മേടിക്കാൻ പറ്റി. ഇപ്പം ആ വീട്ടിലാണ് ഫസ്റ്റ് എനിക്ക് അറിയാവുന്നുള്ള കുറച്ച് ഐഡിയാസ് എല്ലാം എനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴാണ് ആൾക്കാരിങ്ങനെ ഫ്രണ്ട്സ് വന്ന് കാണുകയും ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്തോ അവർക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇത് കൊള്ളാമല്ലോ, നീ നിന്റെ തോട്ട് പ്രോസസ്സ് ഇതിൽ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, നീ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ അതിൽ തന്നെ കുറച്ച് പേർക്ക് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും അന്നില്ല കേട്ടോ, കാശിന് വേണ്ടിയിട്ടല്ല. ജോലിയുടെ കൂടെ തന്നെ എനിക്കൊരു പാഷന് വേണ്ടിയിട്ട് ഞാൻ ചിലർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സും അഡ്വൈസൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ആൻഡ് ഇവൻച്വലി പതുക്കെ പതുക്കെ അത് 1-on-1 ബേസിസിൽ ഞാൻ പ്രോജക്ട്സ് ആയിട്ട് പയ്യെ ചെയ്തു തുടങ്ങി. പക്ഷേ ഇറ്റ് വാസ് എ വെരി ലോങ് പ്രോസസ്. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം അന്നില്ലായിരുന്നു. പക്ഷേ ദെൻ ഐ ടുക്ക് എ ബ്രേക്ക് ഫ്രം മൈ മെയിൻ കരിയർ. അന്ന് ആ ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് ഞാൻ ആലോചിച്ച് നോക്കി വാട്ട് ഡു ഐ വാണ്ട് എന്നുള്ളത്. അപ്പോഴാണ് എനിക്കൊരു ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു എൻലൈറ്റൻമെന്റ് തന്നെ വന്നത്. എനിക്ക് ആക്ച്വലി ഒരു തിരിച്ചറിവ് വന്നത്. സോ ദാറ്റ് ഇസ് വെൻ ഐ ഡിസൈഡഡ് ഓക്കെ, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ഐ സ്പോക്ക് ടു മൈ ഫാമിലി. അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വെരി സ്മോൾ ടീം. അപ്പം ലക്കിലി ഐ ഫൗണ്ട് എ ഗുഡ് ടീം. ആ ടീം വെച്ച് ഞാനൊരു ചെറിയ ഓഫീസ് സെറ്റപ്പ് ആൻഡ് ഒരു സ്മോൾ ഡിസ്പ്ലേ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ പയ്യെ അത് ഗ്രോ ചെയ്ത് ഒരു ബിഗർ ഷോറൂം ഡിസ്പ്ലേ അതൊക്കെ ആയിട്ട് ഞാൻ പതുക്കെ എൻ്റെ ബിസിനസ്സിനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതാണ്. കേൾക്കുന്നവർക്ക് ഒരു വളരെ റോസി പിക്ചറായിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ ഇതിനോ യു ജസ്റ്റ് ടുക്ക് ഇറ്റ് ഓഫ് സോ വെൽ എന്ന്. പക്ഷേ ഞാൻ ആ എടുത്ത പാത്തിൽ എനിക്ക് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് എനിക്കും എൻ്റെ ഫാമിലിക്ക് അറിയാവുള്ളൂ. സോ ബിക്കോസ് ആ ചാലഞ്ചസ് എന്ന് ഞാൻ പെർട്ടിക്കുലർലി പറയണമെങ്കിൽ നമുക്കിത് കോൺസ്റ്റൻ്റ് ആയിട്ട് സർപ്രൈസസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഗുഡ് ആൻഡ് ബാഡ് സർപ്രൈസസ് എന്ന് പറഞ്ഞാൽ, ഗുഡ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ബിക്കോസ് ക്രിയേറ്റീവ് ആണ്, ഒരു ടാലൻ്റ് എല്ലാം ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഫീൽഡാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് എന്ത് വേണോ അതെല്ലാം നമ്മൾ കൊടുക്കാനുള്ള ഈ ഫീൽഡിൽ ബാക്കിയുള്ളവർക്ക്, നമ്മുടെ ക്ലയൻസിന് എന്ത് വേണോ അത് നമ്മൾ അവരെ ഹാപ്പി ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. അപ്പോൾ ഓരോരുത്തരെ ഹാപ്പി ആക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് അതൊക്കെ തിരിച്ചറിയുകയും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എല്ലാവരെയും എന്താ പറയുക, കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോയി ആ ഒരു ചാലഞ്ചസ് എല്ലാം തരണം ചെയ്താണ് ഞാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
യു വിൽ ഹാവ് ടു ഹാവ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് നെവർ എവർ ഗിവ് അപ്പ്. എന്ന് വെച്ചാൽ ഇനീഷ്യലി തന്നെ നമ്മൾ പേടിച്ച് അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല അത്. ഇതെന്നല്ല, ഏതൊരു ബിസിനസ് ആയാലും ഇറ്റ് ഇസ് നോട്ട് ഫോർ യു. സോ ഇതെന്റെ ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ ഞാൻ പറയുന്നു. എടുത്തു ചാടി നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ തിരിച്ചറിയാനുള്ളത് ചാലഞ്ചസ് ഉള്ള ഒരു ഫീൽഡാണത്. എനി ബിസിനസ്, ഇതുപോലത്തെ ഒരു ബിസിനസ്. ബിക്കോസ് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരിടത്തുനിന്ന് മേടിച്ച് നമ്മൾ കൊടുക്കുന്നതല്ല ഇത്, അല്ലേ? ബിക്കോസ് ലിറ്ററലി ആൾക്കാർക്ക് വേണ്ടതനുസരിച്ചിട്ട് യു ആർ ബിൽഡിങ് എ പ്രോഡക്റ്റ്. അതായത് യു ആർ കസ്റ്റമൈസിങ് ഈച്ച് ആൻഡ് എവറി പ്രോജക്റ്റ്. അങ്ങനെ വരുമ്പം അതിൽ ഓരോ പ്രോജക്റ്റും പുതിയ പ്രോജക്റ്റാണ്. ഇൻ ദ സെൻസ് ഒരു പ്രോജക്റ്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് മറ്റേ പ്രോജക്റ്റിൽ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് മറ്റേ പ്രോജക്റ്റിന്റെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും, ആ ക്ലയന്റിന്റെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. സോ യു വിൽ ഓൾവേസ് ഹാവ് ന്യൂ തിങ്സ് ടു ലേൺ, അതൊരു നല്ല വശം. പക്ഷെ യു വിൽ ഓൾവേസ് ഹാവ് ചാലഞ്ചസ് ഓൾസോ ടു ഡീൽ വിത്ത്. അതിന്റെ അർത്ഥം അത് നമുക്ക് വേണ്ടി ഉള്ളൊരു സംഭവമേ അല്ല എന്നുള്ളതല്ല. പക്ഷെ അത് നമ്മൾ മെന്റൽ പ്രിപ്പറേഷനോടുകൂടി നമ്മൾ ചെയ്ത് നോക്കുക. ഓഫ് കോഴ്സ് എന്നാലും ഞാൻ ഇവൻച്വലി 10-15 ഇയേഴ്സ് കഴിഞ്ഞപ്പം ഐ ഡിസൈഡഡ് ദറ്റ് ഓക്കെ ദിസ് ഇസ് ഇറ്റ്. ഇനി എനിക്കിത് മുന്നോട്ട് ഇനിയും വലുതാക്കിക്കൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. സോ വേരിയസ് അതർ റീസൺസ്, എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ, ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വന്ന സമയത്ത് ഐ ഡിസൈഡഡ് ദറ്റ് ഓക്കെ ഇനി ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, എനിക്ക് വേണ്ടതെല്ലാം ഐ ഹാവ് ആക്ച്വലി ഡൺ. അപ്പം അതുകൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. ഐ ഡു എ വൺ കൺസൾട്ടേഷൻ അലോൺ, അത് ഓൺലൈൻ കൺസൾട്ടേഷൻ ഞാൻ ചെയ്യാറുണ്ട്. ഐ എം ഓൾസോ പ്ലാനിങ് ടു റൈറ്റ് എ ബുക്ക് ഓൺ ഇന്റീരിയേഴ്സ്. സോ അതുമായിട്ട് എൻ്റെ നെക്സ്റ്റ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്റെ കഥയൊക്കെ തീർന്നല്ലോ. അപ്പം ഇപ്പം ഞാൻ ലെറ്റ് മീ ടെൽ യു, ഇനീഷ്യലി നമ്മൾ എങ്ങനെയാണ് ഒരു ഇന്റീരിയർ ഡിസൈനർ ആകാൻ പറ്റുന്നത് ഫ്രം നത്തിങ്, ലൈക്ക് നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ്ലി പറയും, നിങ്ങൾക്ക് ഒരു ഒരു ഇന്റീരിയർ ഡിസൈനർ, ഒരു ആർക്കിടെക്ട്, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ഫീൽഡ്, അതായത് എസ്തെറ്റിക് ഫീൽഡിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവ് നെർവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് ഞാൻ ആദ്യം മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒന്നുമല്ല നിങ്ങളുടെ ഡ്രസ് സെൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും സെലക്ട് ചെയ്യുന്ന ഗിഫ്റ്റ്സിലായിക്കോട്ടെ, അതിലെല്ലാത്തിലും നിങ്ങളുടെ ഒരു ടച്ച്, അതായത് സംതിങ് യുണീക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ഇറ്റ് ഇൻ യു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മള് ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ വളരെ ചെറുപ്പക്കാരാണ്, പ്ലസ് ടു കഴിഞ്ഞാൽ ബാച്ചുലർ ഓഫ് ഡിസൈൻ നമുക്കൊരു 3-4 ഇയർ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ കൺട്രിയിലുണ്ട്, പുറത്തുമുണ്ട്. ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ ഡിസൈൻ വരെ ചെയ്യാം, PhD വരെ ചെയ്യാം, എന്ത് വേണമെങ്കിലും അവർക്ക് ആകാം. പക്ഷെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ആ കാറ്റഗറി ഓഫ് വിമനെ കുറിച്ചല്ലല്ലോ. നമ്മളിപ്പോ സംസാരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു കരിയർ പാത്ത് നിന്ന് മറ്റൊരു കരിയറിലോട്ട് ജമ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു ഇന്റീരിയർ ഡിസൈനർ ആകണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഐഡിയലി ഐ വുഡ് സേ ഒരു ഡിപ്ലോമ കോഴ്സ്, ഒരു ഷോർട്ട് ടേം ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രിഫറബിളി ഓൺലൈൻ ആയിക്കൂടാ. ബിക്കോസ് നമുക്ക് ചെയ്ത് പരിചയം, അതായത് ഒരു പ്രാക്ടിക്കൽ നോളജും കൂടി നമുക്ക് വേണ്ടിയിരിക്കും. ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസിൽ ഒരു 1 ഇയർ പ്രോഗ്രാമിനൊക്കെ നമുക്ക് ചേരാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ. രണ്ടാമത്തത്, ഐ തിങ്ക് നിങ്ങൾക്ക് യു ഹാവ് ഇറ്റ് ഇൻ യു എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ എനിക്ക് എങ്ങനെ കിട്ടിയോ അതേ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഐഡിയലി ഞാൻ പറയും നിങ്ങളുടെ സോഫ്റ്റ്വെയർ സ്കിൽസ് ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ഹോൺ ചെയ്തെടുക്കാൻ ഫസ്റ്റ് ട്രൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം കാറ്റ് സെന്റേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ സ്കിൽസ് ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് 3 months പ്രോഗ്രാം ഉണ്ട്, 6 months പ്രോഗ്രാം ഉണ്ട്. അതിൽ പോയി ഫസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓട്ടോകാഡ് ആൻഡ് സ്കെച്ചപ്പ് എന്നുള്ള ഈ 2 ടൂൾസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. റീസൺ നിങ്ങൾ അത് പഠിച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എവിടെയെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പം അത് അസ്യൂമിങ് ദറ്റ് ഓക്കെ നിങ്ങൾ ഈ 2 സ്കിൽസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, അതായത് എൻഡ് ടു എൻഡ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി സ്കെച്ചപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഹോം ഇന്റീരിയേഴ്സ്, റെസിഡൻഷ്യൽ ഇന്റീരിയേഴ്സിന് അത് ധാരാളമായിരിക്കും. സ്കെച്ചപ്പ് മാത്രമാണെങ്കിലും മതി. ഈ സ്കെച്ചപ്പ് ടൂള് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ യുഡിമി, പിന്നെ സ്കിൽ ഷെയർ, അതിലും ഒക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ദെയർ ആർ സം ഫാബുലസ് കോഴ്സസ് വിച്ച് ആർ അവൈലബിൾ. യൂട്യൂബിലും ഉണ്ട്. അത് പോയി നിങ്ങൾ തന്നെ ഫ്രീ ടൂൾസ് ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാനായിട്ട് മേ ബി 1 or 2 months കോഴ്സിനും പോയിക്കോളൂ. നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത്? ടു ടേക്ക് അപ്പ് ഇന്റേൺഷിപ്സ്. അതായത് ഒരു നല്ല ഇന്റേൺഷിപ്പ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ചെയ്യുക. ഡു നോട്ട് ആസ്ക് ദെം ഫോർ എ ലോട്ട് ഓഫ് മണി. നെഗോസിയേഷൻ അവിടെ ആവശ്യമില്ല. നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു നല്ല ഇന്റീരിയർ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വെറും
ഡിസൈൻ മാത്രം ചെയ്യും, വേറെ ഒന്നിലും അവർ നിങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കാറില്ല ചില വലിയ കമ്പനീസ്. സോ വാട്ട് ആർ യു സപ്പോസ് ടു ഡു? എല്ലാം നിങ്ങളെ കൊണ്ട് എൻഡ് ടു എൻഡ് അവിടെ എവിടെയൊക്കെ എക്സ്പീരിയൻസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാൻ നോക്കുക. യു വിൽ ലേൺ എ ലോട്ട്. അത് ഉടനെ വിത്തിൻ 2 months, വിത്തിൻ 3 months ഐ ഹാവ് ടു ലേൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. ബിക്കോസ് നിങ്ങൾ സീറോ എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. പേഷ്യൻസ് വേണം. നിങ്ങളുടെ എന്താ പറയുക, കമ്പനി ഓണർ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ പേഴ്സൺ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് ക്ലയൻസുമായിട്ട്, ഹൗ ഡു ദേ ക്ലോസ് എ ഡീൽ, ഹൗ ഡു ദേ ഇന്ററാക്ട് വിത്ത് ദ ക്ലയൻറ്റ്, എന്താണ്, വാട്ട് ഇസ് ദാറ്റ് മാജിക് ദാറ്റ് ദേ ഹാവ് ഇറ്റ് ഇൻ ദം, അത് നോക്കുക. ഡിസൈൻസിൽ നമ്മൾ എങ്ങനെ യുണീക്നെസ് കൊണ്ട് ഇഷ്ടംപോലെ സെർച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അത് നോക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അത് നോക്കി ക്ലയൻറ്റിന് ആവശ്യമുള്ള അനുസരിച്ചിട്ട് യു സ്റ്റാർട്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് അതുപോലത്തെ കാര്യങ്ങൾ. യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു സ്റ്റാൻഡ് അപ്പാർട്ട്. ആൻഡ് ആ ഇന്റേൺഷിപ്പിൽ തന്നെ സൈറ്റ് വിസിറ്റ്സിനുള്ള നിങ്ങൾ അതൊക്കെ ചോദിക്കണം അവരോട്. സൈറ്റ് വിസിറ്റിന് ഞങ്ങൾ വിടുവോ? കാശല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അവരിങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ച് കാശും തരുവാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ആർ ലേണിംഗ് എ ലോട്ട് അല്ലേ. ദാറ്റ് ഈസ് ഹൗ യു ലേൺ തിങ്സ്. അപ്പോൾ സ്പഞ്ച് പോലെ എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇത് വെറും സൈറ്റ് വിസിറ്റ്സിന് പോയി അത് മാത്രമല്ല, മെറ്റീരിയൽ സെലക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആൻഡ് എവിടെ നിന്നാണ് പ്രോഡക്ട്സ് നമുക്ക് മേടിക്കാൻ പറ്റുക, വാട്ട് ആർ ദ ഹാർഡ്വെയർ ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നിങ്ങൾക്ക് ഇന്ന ഹാർഡ്വെയർ ആണ് നിങ്ങളുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗോ ടു ദ പ്ലേസസ്, ലൈക്ക് ഗോ ഫൈൻഡ് ഔട്ട് ഇവിടെ ഇത് എന്തൊക്കെ ഹാർഡ്വെയർ ഉണ്ട്, ഇതെന്താണ് അതെന്താണ്. ഇഷ്ടംപോലെ എക്സിബിഷൻസ് വരാറുണ്ട് ഇന്ത്യയിൽ, ലൈക്ക് കൊച്ചിയിൽ വരാറുണ്ട്, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, അവിടെയൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇത്രയും പ്രോഡക്ട്സ് ഈ മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് യു വിൽ ബി റിയലി റിയലി സർപ്രൈസ്ഡ്. സോ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ഹോൺ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ സ്കൾപ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് യു ഷുഡ് നോട്ട് ഫർഗെറ്റ്. സോ ഇതിൽ കാർപ്പൻറ്റേഴ്സ് മാത്രമല്ല, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ അല്ലേ, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, അങ്ങനെ ഒരുപാട് വർക്കേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ആൻഡ് അവരുമായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യണം, അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഒബ്സർവ് ചെയ്യണം. ഹൗ ഇസ് ഇറ്റ് ഡൺ, നിങ്ങൾ ചെയ്ത ഡിസൈൻ അവരെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. സോ ഇത്രയും കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 1 to 2 years ഓഫ് യുവർ ടൈം, ബിക്കോസ് യു ഓൾസോ ഗെറ്റിംഗ് എ പേ. അപ്പം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയും ചെയ്യാണ്. സോ എനിക്ക് തോന്നുന്നത് ഏകദേശം ഐ തിങ്ക് 2 years ടൈം കൊണ്ട് നിങ്ങൾ ഓവറോൾ കാര്യങ്ങൾ പഠിച്ചിരിക്കും, ഇത്രയും കാര്യം സിൻസിയർ ആയിട്ട് ചെയ്താൽ. നൗ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ് ഓൺ യുവർ ഓൺ എന്ന് പറഞ്ഞാൽ ഈസി വേ ഔട്ട്, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഈസി വേ ഔട്ട് എന്താണ്, ഫ്രീലാൻസ് ആയിട്ട് ഡിസൈൻ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ നോളേജിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഓൾറെഡി ഉള്ള ഡിസൈനിന് തിരുത്തൽ വരുത്താം, അല്ലെങ്കിൽ ഒരു ഫ്ലോർ പ്ലാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ആൻഡ് യു കെൻ ഈവൻ ഡിസൈൻ ദ ഹോൾ തിങ് ഫോർ ദം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഡു ദാറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ബിക്കം ആൻ ഇന്റീരിയർ ഡെക്കറേറ്റർ. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് കസ്റ്റമൈസേഷൻ. ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചില ആൾക്കാർക്ക് എന്ത് പർച്ചേസ് ചെയ്യണം എന്നറിയത്തില്ല, സോഫ ആൻഡ് അതർ തിങ്സ്. അപ്പോൾ അവർ അതിനു വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് അസിസ്റ്റ് ചെയ്യുക ഫോർ എ ചാർജ്. ആൻഡ് ദെൻ അത് വീട്ടിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ ഉള്ളവർക്ക് അതും ചെയ്യാം. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ കയറി ചാടി ഒരു വലിയ കമ്പനി തുടങ്ങുന്നതിന് പകരം നിങ്ങളുടെ തന്നെ വീട് ചെയ്യാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് തന്നെ ചെയ്ത് നോക്കുക. ബിക്കോസ് ആ തെറ്റുകൾ നമ്മളെ ക്ഷമിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. പക്ഷേ അഥവാ അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ല റിലേറ്റീവ്സിനോ ഒക്കെ പതുക്കെ അതിൽ ഇൻവോൾവ് ആയി എന്നിട്ട് ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക കോസ്റ്റ് പ്രൈസിന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് അടുത്ത ക്ലയൻറ്റിന് ഈ പ്രോജക്റ്റ് നിങ്ങളുടെ ആണെന്ന് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, റൈറ്റ്? ഇവൻച്വലി വേർഡ് ഓഫ് മൗത്ത് നല്ല വർക്കാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വർക്ക് വരും. ആ സമയത്ത് ദാറ്റ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ യു ടു കിക്ക് സ്റ്റാർട്ട് യുവർ കമ്പനി. നിങ്ങൾക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പറ്റുന്നത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP എന്നുള്ള ഒരു സിസ്റ്റമാണ്. സോ അതിൽ പാർട്ട്ണർ വേണം, അല്ലാതെ പാർട്ട്ണർഷിപ്പ് ആണല്ലോ. സോ യു ക്യാൻ ഹാവ് യുവർ ഹസ്ബൻഡ് ഓർ യുവർ സിസ്റ്റർ ഓർ ബ്രദർ ഓർ ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട് ഓർ ഫാദർ മദർ ആരെങ്കിലും ഒരാൾ പാർട്ട്ണർ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ തന്നെ നിങ്ങളെപ്പോലെ ഇനിയൊരു ഡിസൈനറുമായിട്ട് പാർട്ട്ണർഷിപ്പ് എടുക്കുന്നതാണെങ്കിൽ അതും ചെയ്യാം. പക്ഷേ അതൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. മറ്റൊരാളെ കൂടെ നമ്മൾ പാർട്ട്ണർ ആക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ വലിയ റിസ്ക് ഇല്ല. അവരൊന്നും ഇൻവോൾവ് ആകണം എന്നില്ല, നിങ്ങൾ മാത്രം അത് നടത്തിക്കൊണ്ട് പോകാം. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡിഡ്. എൻ്റെ കമ്പനി ടിയ ദ ഇന്റീരിയേഴ്സ് ആൻഡ് ആർട്ട് ഹൗസ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. അത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ് വിത്ത് മൈ ഹസ്ബൻഡ്. ചെറിയൊരു ഓഫീസ് ആൻഡ് ചെറിയൊരു ഡിസ്പ്ലേ, നിങ്ങളുടെ വർക്കിൻ്റെ ഡിസ്പ്ലേ വളരെ സട്ടിലായിട്ട് ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഓഫീസ് സെറ്റപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ലേറ്റർ
അത് വളർന്നു വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ കൂടുതൽ ഹയർ ചെയ്യാം, ഒരു മാനേജറെ വെക്കാം, കൂടുതൽ ടീംസ് ഉണ്ടാക്കാം. അത് ആസ് പെർ യുവർ ആംബിഷൻ. അത് എത്രത്തോളം വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ലിമിറ്റേ ഇല്ല. ഫാക്ടറി പ്രോഡക്റ്റ് ആക്കാം. എൻ്റെതൊക്കെ ഫാക്ടറി പ്രോഡക്ട്സ് ആയിരുന്നു. സോ അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് അപ്പം പഠിക്കാൻ പറ്റും. സോ ഇതൊക്കെ ഈ ഫീൽഡ് പതുക്കെ പഠിച്ചാലും ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി വെരി ചാലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. ഓവറോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഐ കാൺട്ട് ലൈക്ക് ഇനിയും കുറേ എലാബറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞു പോകാം. പക്ഷേ വീഡിയോ വളരെ ലോങ് ആയിപ്പോകും, ബോറിംഗ് ആയിപ്പോകും. ഓൾറെഡി ബോറിംഗ് ആയിരിക്കും അല്ലേ ഇപ്പോൾ. എനിവേസ്, പക്ഷേ ഡിസ്ക്ലെയിമർ പോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പാർട്ട്ണർ ആയിട്ട് നമ്മൾ മറ്റൊരാൾ, നമ്മുടെ ഫാമിലി മെമ്പർ അല്ലാതെ മറ്റൊരാൾ ഒരു പാർട്ട്ണർ ആക്കുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം നമ്മൾ അവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഇറങ്ങാൻ. ബിക്കോസ് നമ്മുടെ കമ്പനി ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് ലോങ് ആ കമ്പനി നമ്മൾ റീറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവരുമായിട്ട് എപ്പോഴും മാച്ച് ചെയ്ത് പോകേണ്ടി വരും അല്ലേ. ആൻഡ് സെക്കൻഡ്ലി, ഇപ്പൊ ഒരു കമ്പനിയായിട്ട് നമ്മൾ നമ്മുടെ പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് കഴിവതും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഒരു ടേൺ കീ ബേസിസിൽ, അതായത് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ക്ലയൻറ്റുമായിട്ട് പ്രോജക്റ്റ് ക്ലോസ് ചെയ്തിട്ട് മെറ്റീരിയൽ എല്ലാം നിങ്ങൾ തന്നെ എടുത്ത് അവർക്ക് കംപ്ലീറ്റ് ടേൺ കീ ആയിട്ട്, അതായത് ഓവറോൾ എൻഡ് ടു എൻഡ് ആയിട്ട് പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ കൊടുക്കുന്നതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ഒരു ഡിസൈനറിന്. പക്ഷേ അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നെവർ എവർ എവർ കോംപ്രമൈസ് ഓൺ എനിത്തിങ്. ഡിസൈനിലാകട്ടെ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലാകട്ടെ, മെറ്റീരിയൽ സെലക്ഷനിലാകട്ടെ, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാകട്ടെ, നിങ്ങൾ ചാർജ് ചെയ്യാനുള്ളത് ചാർജ് ചെയ്തോളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസേ ചെയ്യാൻ പാടില്ല. ഓഫ് കോഴ്സ് നമ്മുടെ ഗ്രോത്ത് കുറച്ച് സ്ലോവർ ആയിരിക്കും. ബിക്കോസ് എല്ലാ പ്രോജക്ട്സും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. എല്ലാവരുടെയും ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല നല്ല പ്രോഡക്ട്സ്. പക്ഷെ സ്റ്റിൽ ഐ വുഡ് സേ, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് പ്രോഡക്റ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ഞാൻ വളരെ വളരെ അഡമൻ്റ് ആയിരുന്നു. സോ അങ്ങനെ മാത്രമാണ് എനിക്ക് പല പ്രോജക്ട്സും ചെയ്യാൻ പറ്റാതായിട്ടുള്ളത്. പക്ഷെ വാട്ട് എവർ ഐ ഡിഡ് പ്രിറ്റി വെൽ ആൻഡ് എത്തിക്കലായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ഐ ക്യാൻ സ്റ്റിൽ ബി പ്രൗഡ് ഓഫ് ഇറ്റ്. വിമൻസ് ഡേ ആയതുകൊണ്ട് ലെറ്റ് മീ ടെൽ യു ഗേൾസ് വൺ മോർ തിങ്. ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ആ സെൽഫ് ഡൗട്ട് എനിക്ക് എല്ലാ തവണയും എല്ലാ കാര്യത്തിനും വരും കേട്ടോ. നമ്മൾ ആസ് വിമൻ ഒരു പുതിയ കാര്യം, ഒരു പുതിയ ചേഞ്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി നാച്ചുറൽ. പക്ഷേ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഐ എം ഫോർച്ചുനേറ്റ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു എനിക്ക് വേണ്ടി. ഒരുപാട് ചാലഞ്ചസ് വന്ന സമയത്തും അവർ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു എന്നുള്ളത് ഐ എം വെരി വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നുമില്ല അല്ലേ. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ അറൗണ്ട് മീ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഡീൽ ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന്. ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് എൻ്റെ ജേർണിയാണ്. ആൻഡ് ഞാൻ ഇങ്ങനെ ലൈഫിൽ ഒറ്റയ്ക്ക് വന്നു. ആൻഡ് ഹൗ ഐ ഹാവ് ടു ലിവ് ദിസ് ലൈഫ് അലോൺ ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് സോ മെനി പീപ്പിൾ അറൗണ്ട് മീ. അതേപോലെ തന്നെയാണ് എനി ബിസിനസ്, എനി ചാലഞ്ചസ്, എനി വെഞ്ചർ ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ആ ജേർണി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് ജേർണി. അത് മനസ്സിൽ കൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വി ഓൾ ക്യാൻ ഡു ഇറ്റ്. ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. സോ ഹാപ്പി വിമൻസ് ഡേ. See you. Bye-bye.